السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പവിത്രമാക്കപ്പെട്ട ഈ സയ്യിദിയ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1000 ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ ഒരു അമലിനെ പറ്റിയാണ്. 1000 ആഗ്രഹങ്ങളുണ്ടെങ്കിലും അത് നേടിയെടുക്കാമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ച ഒരു അമലിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1000 ആഗ്രഹങ്ങൾ. നമുക്കാർക്കെങ്കിലും 1000 ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു മുഅ്മിനീങ്ങളെ? ചെറിയ ചെറിയ കുഞ്ഞാഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. ചില ആളുകൾ പറയാറുണ്ട്, തങ്ങളെ ഞാൻ ദുആ ചെയ്തു എൻ്റെ ആഗ്രഹങ്ങൾ പൂവണിയാൻ. ഞാൻ ദുആ ചെയ്തു എൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല, എൻ്റെ ആഗ്രഹങ്ങളൊന്നും പൂവണിഞ്ഞ് കിട്ടുന്നില്ല. എൻ്റെ മുഅ്മിനീങ്ങളെ, ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു പൂവണിച്ചു തരും. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹസനാക്കി തരും. അത് ഖൈറാണെങ്കിൽ അല്ലാഹു ഹസനാക്കി തരും. നമ്മൾ ദുആ ചെയ്ത് നമുക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ലെങ്കിൽ അത് മറ്റു ഭാഗത്തിലേക്ക് അല്ലാഹു മാറ്റിവെക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ദുആ ചെയ്ത് ഉത്തരം കിട്ടാത്തതല്ല മുഅ്മിനീങ്ങളെ, മറ്റൊരു ഭാഗത്തേക്ക് അല്ലാഹു ആ ഖൈറിനെ മാറ്റിവെക്കുന്നതാണ്. നമുക്കൊരു കാര്യം കിട്ടുന്നില്ല, നമ്മൾ ദുആ ചെയ്തിട്ടൊരു കാര്യം കിട്ടുന്നില്ല, പക്ഷേ ഒരു വിപത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കരകയറ്റും. അതിന് പകരമായിട്ട് അല്ലാഹു നമ്മളെ പ്രാർത്ഥന കൊണ്ട് ഒരു വിപത്തിൽ നിന്ന്, ഒരു മുസീബത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കരകയറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ദുആ ചെയ്ത ആഗ്രഹത്തെക്കാളും വലുത് ആ മുസീബത്തായിരിക്കും എൻ്റെ മുഅ്മിനീങ്ങളെ. വലിയൊരു അപകടങ്ങളിൽ നിന്ന് നമ്മൾ പറയാറുണ്ട്, ചില ആളുകളെ പറ്റി നമ്മൾ പറയാറുണ്ട്, ആ ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ, ആ അപകടം കണ്ടു കഴിഞ്ഞാൽ അവരൊന്നും രക്ഷപ്പെടുമോ എന്ന് സ്വപ്നത്തിൽ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു നമ്മൾ പറയാറുണ്ടല്ലേ. അതെന്താണ് എൻ്റെ മുഅ്മിനീങ്ങളെ? കാരണം എന്താണ്? അവര് ചെയ്ത എന്തോ ഒരു നന്മയായിരിക്കാം, അല്ലെങ്കിൽ അല്ലാഹുവിനോട് തേടിയ ഒരു തേട്ടമായിരിക്കാം, ഒരാഗ്രഹത്തിന്റെ മേലിൽ, അല്ലെങ്കിൽ അവർ ദുആ അല്ലാഹു സ്വീകരിച്ചതായിരിക്കാം. ഒരാഗ്രഹത്തിന് വേണ്ടി അവർ ദുആ ചെയ്തു, ഇന്നാലിന്ന ആഗ്രഹം നീ നടത്തി തരണേ അല്ലാഹു ദുആ കേട്ടില്ല എൻ്റെ മുഅ്മിനീങ്ങളെ. ഇങ്ങനെയുള്ള വിപത്തിൽ നിന്ന് അല്ലാഹു കരകയറ്റി തന്നു. അതുപോലെ അതും മതി എൻ്റെ മുഅ്മിനീങ്ങളെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നാളെ ആഖിറ ലോകത്ത് നിന്ന് മുഅ്മിനീങ്ങൾ പറയും, അല്ലാഹുവേ, ദുനിയാവിൽ വെച്ച് എന്തിനാണ് ഞങ്ങൾ ആഗ്രഹങ്ങൾ നീ നടത്തി തന്നത്? നാളെ പരലോകത്തേക്ക് നീ മാറ്റി വെച്ചിരുന്നെങ്കിൽ എത്ര ഖൈറായിരുന്നു. കാരണം എന്താണ്? അവർക്ക് വലിയ നന്മകൾ അവിടെ വെച്ച് അല്ലാഹു നൽകുകയാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ആരും പേടിക്കണ്ട. നമ്മുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകിയില്ല എന്ന് വെച്ച് ആരും പേടിക്കണ്ട, ബേജാറാകണ്ട. അതിനുള്ള ഉത്തരം അല്ലാഹു നൽകും. ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹു നൽകും. അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തേക്ക് അല്ലാഹു മാറ്റിവെക്കും. നാളെ പരലോകത്തേക്ക് അല്ലാഹു മാറ്റിവെക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ധാരാളം ആഗ്രഹങ്ങളുള്ളവർ അല്ലെ, ജോലി ആഗ്രഹിക്കുന്നവര്, ഒരു ഹൈറായ ഒരു ഇണയെ ആഗ്രഹിക്കുന്നവര് നമ്മുടെ മജ്ലിസ് കാണുന്നവരിലുണ്ട്. ഒരു സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവര്,
ഒരു ഹൈറായ ഭവനം ആഗ്രഹിക്കുന്നവര് തങ്ങളെ മഴയാണ് ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ വാടക വീട്ടിലാണ്, വാടക കൊടുത്തും മടുത്തു തങ്ങളെ. ഒരു ഹൈറായൊരു ഭവനം, എപ്പോഴും നമുക്ക് വേണ്ടത്. പഴയുള്ള ആലിമീങ്ങളൊക്കെ പറയാറുണ്ട്, നമുക്ക് വേണ്ടത് ദുനിയാവിലൊരു ഹൈറായൊരു ഭവനവും, നാളെ മരണപ്പെട്ടു പോയാൽ ഖബറിലൊരു സുഖവും. അതാണ് നമുക്ക് വേണ്ടത്. ദുനിയാവിൽ മരണം വരെ ജീവിക്കാൻ ഒരു വീടും, നാളെ മരിച്ചുപോയാൽ ഖബറിൽ ഒരു സുഖവുമാണ് വേണ്ടത്. അതല്ല നമുക്ക് വേണ്ടത്. അതാണ് മുഅ്മിനീങ്ങളെ നമുക്ക് പ്രധാനം അതാണ്. ദുനിയാവിൽ മരിക്കോളം ഒരു ഭവനം, ആർക്കും നമ്മളെ ഇറക്കി വിടാൻ കഴിയാത്ത, നമ്മുടെ നിന്ന് പറയാൻ ഒരു വീട്, ഒരു കൊച്ചു വീടാണെങ്കിൽ കൊച്ചു വീട് നമുക്ക് വേണം മുഅ്മിനീങ്ങളെ. അവിടെ സമാധാനം വേണം, അവിടെ ഖൈറ് വേണം, അവിടെ ബർക്കത്ത് വേണം. എല്ലാ നന്മകളും ആ ഭവനത്തിൽ സ്വർഗ തുല്യമാക്കി നമുക്ക് ആ ഭവനത്തിൽ കഴിയണമെന്ന് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകട്ടെ, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സഫലീകരിച്ച് നൽകട്ടെ. ഒരു വീടെന്ന ആഗ്രഹം കൊതിക്കാത്തവരായിട്ട് ആരുമില്ല. ഒരു ഹൈറായ ജോലി കൊതിക്കാത്തവരായി ആരുമില്ല. അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം ആഗ്രഹങ്ങളാണ്. ഒരു മനുഷ്യൻ അവൻ മരിക്കുവോളം അവൻ ആഗ്രഹങ്ങൾ തലയിൽ പേറി നടക്കുകയാണ്. മുഅ്മിനീങ്ങൾ ഓരോരോ ആഗ്രഹങ്ങൾ, എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ, ഹലാലായ ആഗ്രഹങ്ങൾ അല്ലാഹു നടത്തി കൊടുക്കട്ടെ. അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മഹാന്മാര് പഠിപ്പിച്ച ഈ അമല് ഒന്നുമില്ല മുഅ്മിനീങ്ങളെ. 2 റക്അത്ത് നിസ്കാരാണ്. അതാർക്കെങ്കിലും കഴിയാത്തവരുണ്ടോ? എന്ത് ആഗ്രഹങ്ങളും മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിച്ച ഈ ഒരു അമല് ഇൻഷാ അല്ലാഹ് എല്ലാവരും മുറുകെ പിടിക്കാം. ഞാൻ പറയുന്നു, എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയും. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ മജ്ലിസ് കാണുമ്പോൾ തന്നെ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ തയ്യാറാവുക. ഞാൻ പറയുന്നത് തഹജ്ജുദിന്റെ സമയത്ത് ചെയ്യാം. ദുആക്ക് വലിയ ഉത്തരം കിട്ടുന്ന സമയമാണ് തഹജ്ജുദിന്റെ സമയം. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് ചെയ്യാം. ആ സമയത്ത് ചെയ്യാൻ കഴിയാത്തവര് സുബ്ഹിന്റെ ശേഷമെങ്കിലും ചെയ്യാം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചൂടെ? നിങ്ങൾക്ക് അറിയുന്ന സൂറത്തുകൾ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറയും എത്ര തവണയാണ് സൂറത്ത് ഓതേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, നിസ്കാരത്തിന്റെ രൂപം ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കാം. മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള ഒരു നിസ്കാരമാണ് മുഅ്മിനീങ്ങളെ ഈ ഒരു നിസ്കാരം. ഈ ഒരു ഖളാഹുൽ ഹാജത്തിന്റെ നിസ്കാരം, ആവശ്യ പൂർത്തീകരണത്തിലുള്ള നിസ്കാരം. 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയാത്തവരുണ്ടോ? ഇൻഷാ അല്ലാഹ് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. നിങ്ങൾ നിസ്കരിക്കോ? എല്ലാവരും ഇൻഷാ അല്ലാഹ് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഇൻഷാ അല്ലാഹ് പറയും. ഞങ്ങളെ ഞാൻ നിസ്കരിക്കാം, ഞാൻ തയ്യാറാവാം. എനിക്കും കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. വലിയ 1000 ആഗ്രഹങ്ങളൊന്നുമില്ല തങ്ങളെ, ചെറിയ ആഗ്രഹങ്ങളുണ്ട്. മകൻക്കൊരു ഹൈറായ ജോലി വേണം, ഭർത്താവിന് ഒരു ഹൈറായ ജോലി വേണം, അല്ലെങ്കിൽ ഒരു ഹൈറായ ഒരു ഭവനം വേണം. ഞങ്ങളെ കോട്ടൈസിലാണ് വലിയ പ്രയാസത്തിലാണ്, സങ്കടം പറയുന്നവരുണ്ട്. ഞങ്ങളെ കോട്ടൈസിലാണ് ഒരു ഭവനം, ഒരു ഹൈറായ ചെറിയൊരു 3 സെന്റിലാണെങ്കിലും ഒരു ഹൈറായ ഒരു ഭവനം എൻ്റെ എന്ന് പറയാൻ, നാളെ അവിടെ മേൽ മരിച്ചു കിടക്കാൻ, മയ്യത്ത് കൊണ്ടുപോകാൻ ഒരു ഭവനം, ഒരു കൂര, അല്ലെങ്കിൽ ഒരു കൂട് എനിക്ക് വേണം തങ്ങളെ. ഇൻഷാ അല്ലാഹ് ഈ നിസ്കാരം നിസ്കരിച്ചോ, അല്ലാഹു നടത്തി തരും. മുഅ്മിനീങ്ങളെ ക്ഷമയാണ് നമുക്ക് വേണ്ടത്. ക്ഷമിച്ചാൽ അല്ലാഹു അതിന്റെ കാര്യം എളുപ്പമാക്കി തരും. അല്ലാഹു തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞതാണ്. നിങ്ങൾ നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തേട്. അല്ലാഹു തേട്ടം സ്വീകരിക്കും, അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. മുഅ്മിനീങ്ങൾ അതിനൊക്കെ നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ക്ഷമിക്കുക, അല്ലാഹു നമുക്ക് നൽകുന്നതിൽ ക്ഷമിക്കുക. കാരണം ഇംഗ്ലീഷ് ഞാൻ ചില ആളുകളോട് പറയാറുണ്ട്, ഒരു ദിക്ർ കൊടുക്കുമ്പോൾ, കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കും പോലെ നാളെ തന്നെ പനി മാറണമെന്നില്ല.
അങ്ങനെ ആരും ആഗ്രഹിക്കരുത്. നമ്മൾ പരമാവധി ക്ഷമിക്കുക. അള്ളാഹു നടത്തി തരുമെന്ന് മുത്തുമിനീങ്ങളെ, അള്ളാഹു നടത്തി തരും. ഓരോരോ അമൽ ചെയ്യുമ്പോൾ ഇന്ന് അമൽ ചെയ്ത്, ഇന്ന് തഹജ്ജുദിന്റെ സമയത്ത് അമൽ ചെയ്ത് നാളെ തന്നെ ജോലി കിട്ടണമെന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളൊന്നും ചെയ്യണ്ട. ക്ഷമയില്ലാത്തവർ ചെയ്യണ്ട, ക്ഷമിക്കുക. അള്ളാഹു നടത്തി തരും എന്റെ മുത്തുമിനീങ്ങളെ. അള്ളാഹുവേ, നിങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദിനെ നീ ഹസനാക്കി നൽകണേ അല്ലാ, നീ പൂവണീച്ച് നൽകണേ അല്ലാ. എന്താണ് മുത്തുമിനീങ്ങളെ, ഏതാണ് ആ രണ്ട് റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കാരം? 2 റക്അത്ത് നിസ്കാരം, ആ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ എത്ര തവണയാണ് ഓതേണ്ടത്? ഇൻഷാ അല്ലാഹ് പരിപൂർണ്ണ രൂപം നമുക്ക് വിവരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നതാണ്, ഇൻഷാ അല്ലാഹ് ഇനി കൺസൾട്ടിങ്ങുള്ള ഡേറ്റ്, ഇനി നേരിട്ട് കാണാനുള്ള ഡേറ്റ് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ മജ്ലിസ് കണ്ടുകൊണ്ട് തങ്ങളെ ഈ പറയുന്ന പ്രയാസങ്ങൾ, ഇത്തരം ബുദ്ധിമുട്ടുകൾ, പൈശാചികമായ മേഖലയിൽ വലിയതായി പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, വലുതായി ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്ന് വലിയൊരു സംരക്ഷണം കിട്ടണം. അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെന്തെല്ലാം കാര്യമാണ് ചെയ്യേണ്ടത്? ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവര് എന്നാണ് വരേണ്ടത്? അതിന്റെ കാര്യങ്ങൾ ചോദിച്ച് വിളിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഇനി വീട്ടിൽ നോട്ടമുള്ളത് ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സകലമായ പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അല്ലാഹുവിനെ മാറ്റി നൽകണം അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ വലിയ ഖൈർ നൽകണം അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകണം അല്ലാ. അല്ലാഹു എല്ലാ ഖൈറുകളും അല്ലാഹ് ഞങ്ങൾക്ക് നീ അടുപ്പിച്ച് നൽകണം അല്ലാ. പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും അല്ലാഹുവേ നീ മാറ്റി നൽകണം അല്ലാ. ജീവിതത്തിൽ വലിയ ഖൈറുകൾ നൽകണം അല്ലാ. ശർറിന്റെ കവാടങ്ങൾ നീ കൊട്ടിയടക്കപ്പെടണേ അല്ലാ. നീ കൊട്ടിയടക്കപ്പെടണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ്. ഏതാണ് മുഅ്മിനീങ്ങളെ ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കാരം? മഹാനായ ഹിദ്ർ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച 2 റക്അത്ത് നിസ്കാരം. മഹാനായ ഹിദ്ർ നബി അലൈഹിസ്സലാമിന്റെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയാണ്, എന്റെ 1000 ആഗ്രഹങ്ങൾ നടത്തി തരണം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം പറഞ്ഞു തരണം. അപ്പോൾ മഹാനായ ഹിദ്ർ നബി അലൈഹിസ്സലാം ആ മനുഷ്യനോട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലേ? കൂടുതൽ പണിയെടുക്കാനൊന്നും വയ്യ, പക്ഷേ എന്റെ 1000 ആഗ്രഹങ്ങൾ നടത്തി തരണം. അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള വഴി. അപ്പൊ ഹിദ്ർ നബി അലൈഹിസ്സലാം ആ മനുഷ്യനിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മാർഗം, 2 റക്അത്ത് നിസ്കരിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക, വേറെ ഒന്നും നീ ചെയ്യണ്ട. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? തഹജ്ജുദിന്റെ സമയം അല്ലെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന് ശേഷം എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? ഖളാഉൽ ഹാജത്തിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് തക്ബീർ കെട്ടിയതിന് ശേഷം വജ്ജഹത്ത് ഓതുക. സാദാ പോലെ വജ്ജഹത്ത് ഓതിയതിന് ശേഷം ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുക. എത്ര വട്ടമാണ് സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യേണ്ടത്? 10 പ്രാവശ്യം. 10 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യാം ആദ്യത്തെ റക്അത്തിൽ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം. രണ്ടും എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. സൂറത്തുൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 10 പ്രാവശ്യം. രണ്ടാമത്തെ റക്അത്തിൽ സാദാ പോലെ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്ത് റുക്കൂഇലേക്ക് വരിക. റുക്കൂഅ് കഴിഞ്ഞ് ഇഅ്തിദാല് കഴിഞ്ഞ് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. രണ്ടാമത്തെ സുജൂദ് ചെയ്ത് നേരെ രണ്ടാമത്തെ റക്അത്തിലേക്ക്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവർക്കും അറിയാം. ഖുൽ ഹുവല്ലാഹു അഹദ്,
സൂറത്തുൽ ഇഖ്ലാസ് എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം ഓതുക. 10 പ്രാവശ്യം ഓതിയതിന് ശേഷം റുക്കൂയിലേക്ക് വരിക. റുക്കൂ കഴിഞ്ഞ് ഇഅ്തിദാല് കഴിഞ്ഞ് സുജൂദിലേക്ക്, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം കഴിഞ്ഞ് സുജൂദിലേക്ക്. പിന്നെയോ അത്തഹിയ്യാത്ത്, സാദാ പോലെ സലാം വീട്ടുക. സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം സുജൂദ് ചെയ്യാം. സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം സുജൂദ് ചെയ്യാം. ആ സുജൂദിൽ ഒരു 10 പ്രാവശ്യം സ്വലാത്ത്, ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഒരു 10 സ്വലാത്ത്. നമുക്ക് ചൊല്ലാൻ പറ്റിയ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത്, അതാണ് ഏറ്റവും ഉത്തമം. ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു 10 പ്രാവശ്യം. പിന്നീട് ഒരു 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇതൊരു 10 പ്രാവശ്യം. ഏതാണ് ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ഈ ദിക്ർ ഒരു 10 പ്രാവശ്യം ചൊല്ലുക. ആ സുജൂദിൽ കിടന്ന് പിന്നീട് ഒരു 10 പ്രാവശ്യം ഈ ദുആ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്ന ഈ ദുആ ഒരു 10 പ്രാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഈ ദുആഇനെ ഇൻഷാ അല്ലാഹ് ഒരു 10 പ്രാവശ്യം കൊണ്ടുവരാം. ഒന്നും കൂടി ശ്രദ്ധിച്ചു. ഒന്നും കൂടി തിരിയാത്തവർക്ക് ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടി വജ്ജഹത്ത് ഓതിയതിന് ശേഷം ഫാത്തിഹ, ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ ഒരു 10 പ്രാവശ്യം. പിന്നീട് സാധാ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക. 2ാമത്തെ റക്അത്തിലേക്ക് വരാം. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയതിനു ശേഷം സാധാ പോലെ നിസ്കരിക്കുക. പിന്നെയോ അത്തഹിയ്യാത്ത് കഴിഞ്ഞതിന് ശേഷം സലാം വീട്ടുക. സാധാ പോലെ സലാം വീട്ടിയതിന് ശേഷം സുജൂദിൽ കിടക്കുക. സുജൂദിൽ കിടന്നതിന് ശേഷം ഒരു 10 സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത്, അതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ അതറിയാത്തവര് സാധാ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് അറിയാത്തവരുണ്ടാവൂലല്ലോ, ഇല്ലേ? എല്ലാവർക്കും അറിയുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഈ ഒരു ദിക്ർ ഒരു 10 പ്രാവശ്യം. പിന്നീട് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്ന ഈ ഒരു ദുആഇനെയും കൊണ്ടുവരെ ഇൻഷാ അല്ലാഹ്. പിന്നീട് നിങ്ങൾ എന്ത് ചോദിച്ചാലും, എന്ത് തേട്ടമാണെങ്കിലും, ഒരു ഹൈറായ ജോലി, അല്ലാഹുവേ എൻ്റെ മകൻക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്, അല്ലെങ്കിൽ എനിക്കൊരു ഹൈറായ ജോലി അടുപ്പിക്കണേ അല്ലാഹ്, ഒരു ഹൈറായ ഒരു ഭവനം അല്ലാഹുവേ നീ അടുപ്പിക്കണേ അല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹു ഒരു സന്താനഭാഗ്യം നീ നൽകണേ അല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഭാരിച്ച കടങ്ങളുണ്ട് അല്ലാഹ്, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അല്ലാഹു നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. മഹാനായ ഹിദ്ർ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ഈ ഒരു ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഇൻഷാ അല്ലാഹ് എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കുക. നമ്മുടെ ഈ സയ്യിദിയ മജ്ലിസ് കാണുന്ന എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഈ ഒരു 2 റക്അത്ത് നിസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് അത് പതിവാക്കാൻ കഴിയുമെങ്കിൽ അത് പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ മുഅ്മിനീങ്ങളെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നടത്തി തരും. നമുക്കൊരു ചെറിയൊരു ക്ഷമ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാ കാര്യങ്ങളും അല്ലാഹു നടത്തി തരും. എൻ്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ ഞങ്ങളെ ഹലാലായ മുറാദുകളെ നീ ഹസനാക്കി നൽകണേ അല്ലാഹ്, നീ ഹസനാക്കി നൽകണേ അല്ലാഹ്, നീ ഹസനാക്കി നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, എപ്പോഴും മജ്ലിസിൽ ഉണർത്തുന്നത് പോലെ നമ്മുടെ സുബ്ഹിക്ക് ശേഷമുള്ള
നമ്മുടെ മജ്ലിസ് എല്ലാവരും പങ്കെടുക്കുന്ന, ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസാണ്. എല്ലാവരും ഈ മജ്ലിസ് കാണുന്ന, ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.